തൃക്കരിപ്പൂരിൽ പൂക്കളുടെ സുഗന്ധം വരുത്തി ഈ ഓണക്കാലത്തും ഹരിതകർമ്മസേനയുടെ പൂക്കട തുറന്നു. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ബംഗളൂരുവിൽ നിന്നും നേരിട്ട് പൂക്കൾ എത്തിച്ചാണ് ഇത്തവണ ഇവരുടെ കച്ചവടം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ് ഓണക്കാലത്ത് പൂക്കട ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം തുടക്കമെന്ന നിലയിൽ പയ്യന്നൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടിൽ നിന്നുമൊക്കെ പൂക്കൾ എത്തിച്ചായിരുന്നു വിപണനം. പൊതുജനങ്ങളുടെ നിസ്സീമമായ പിന്തുണയും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലും കൊണ്ട് 1 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നേടിയെടുക്കാൻ മുൻവർഷം കഴിഞ്ഞിരുന്നു. ആദ്യ വർഷത്തെ വിജയം നൽകിയ ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് ഈ ഓണക്കാലത്തും ഇവർ വിപുലമായ രീതിയിലുള്ള പൂക്കച്ചവടവുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കിയത് 1 ലക്ഷത്തിന്റെ പൂവായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ നേരിട്ട് മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പൂ ഇറക്കിയായിരുന്നു. ഇടനിലക്കാരില്ലാതെ, അതുകൊണ്ട് തന്നെ ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ പൂവാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ബംഗളൂരുവിൽ നിന്നും നേരിട്ട് പൂക്കളെത്തിച്ചാണ് ഇത്തവണ ഇവരുടെ കച്ചവടം. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് വില കുറച്ച് പൂക്കൾ നൽകാനും 2 ലക്ഷത്തിലധികം രൂപയുടെ വിറ്റുവരവ് സമാഹരിക്കാനും കഴിയുമെന്നാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.